കാസർഗോഡ് കൊളത്തൂരിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ജനവാസ മേഖലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഫെബ്രുവരി 23-നും ഇവിടെ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു. കൊളത്തൂർ നെടുവോട്ട് ജനാർദ്ദനന്റെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. 5 വയസ്സുള്ള ആൺപുലിയാണ് കുടുങ്ങിയത്. കൂട്ടിലായ പുലിയെ കുറ്റിക്കോൽ പള്ളത്തുംകാലിലെ വനം വകുപ്പ് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വയനാട്ടിൽ നിന്നും വെറ്റിനറി സർജൻ എത്തിയ ശേഷം പരിശോധന നടത്തി കാട്ടിലേക്ക് തുറന്നുവിടും. കഴിഞ്ഞ മാസം 23-ന് രാത്രിയും ഇതേ സ്ഥലത്തെ കൂട്ടിൽ ഒരു പെൺപുലി കുടുങ്ങിയിരുന്നു. കൂട് സ്ഥാപിച്ച സ്ഥലത്തെ വലിയ ഗുഹയിൽ 2 പുലികൾ കഴിയുന്നതായി വനം വകുപ്പ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഒരു പുലി ആദ്യം കൂട്ടിലായതോടെ രണ്ടാമത്തെ പുലിയെ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അധികൃതർ. ആ ശ്രമമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ഒരു മാസമായിട്ട് പല സ്ഥലങ്ങളിലും പട്ടിയെ പിടിക്കുന്നു, അതുപോലെ ആടിനെ പിടിക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും വളരെ സജീവമായി കൊണ്ട് അവിടെ ഒരു കൂട് വെക്കുകയും, അപ്പോൾ ഇന്ന് രാവിലെയാണ് നമുക്ക് രണ്ടാമത്തെ പുലിയെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അന്ന് കിട്ടിയിരുന്ന ഒരു പെൺപുലിയായിരുന്നു, ഇന്ന് നമുക്കതൊരു ആൺപുലിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒന്നിച്ചായിരുന്നു ഒരു ഗുഹയിലുണ്ടായിരുന്നത്. പ്രദേശത്തിറങ്ങിയ 2 പുലികളും പിടിയിലായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. അതേസമയം കഴിഞ്ഞ തവണ പിടികൂടിയ പുലിയെ ജനവാസ മേഖലയ്ക്കടുത്ത് ചെണ്ടത്തടുക്ക പ്രദേശത്ത് തുറന്നുവിട്ടിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സമാന രീതി ആവർത്തിക്കപ്പെടുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട്. അതേസമയം പുലിയെ എവിടെ തുറന്നുവിടണമെന്ന കാര്യത്തിൽ വനം വകുപ്പ് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.